അപ്പോൾ കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ഷോപ്പിലോട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചിക്ക്പേട്ടിൽ പോയി. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം 4 മണിയായി. പിന്നെ ഞങ്ങൾ പയ്യെ കറങ്ങാൻ ഇറങ്ങിട്ടോ. വീട്ടിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ശിവാജി നഗറിൽ പോയി. അവിടെ ചെന്നപ്പോൾ ക്രൂഷ്യലൈസിന്റെ ജാക്കറ്റിനൊക്കെ വെറും 200 രൂപ ഉള്ളായിരുന്നു. ഞാനും വാങ്ങി എനിക്ക് 2 ജാക്കറ്റ്. അതിന്റെ തന്നെ ഇപ്പുറത്തെ സൈഡ് നല്ല ബ്രാൻഡഡ് ഐറ്റംസും കിട്ടും കേട്ടോ. സ്റ്റുഡിയോ, മാക്സ്, വെസ്റ്റ് സൈഡ് എല്ലാം അവിടെ തന്നെ. ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിൽ കയറി. നമ്മുടെ നാട്ടിലെ കളക്ഷനും അവിടുത്തെ കളക്ഷനുമായിട്ട് എൻ്റർലി നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിഷം. അടുത്തുള്ള ബേക്കറിയിൽ കയറി ഞങ്ങൾ സ്നാക്സും ജ്യൂസും ഓർഡർ ചെയ്തു. ഫുഡ് അടി എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ കള്ള് മേടിക്കാൻ ലിക്കർ ഷോപ്പിൽ പോയി. അവിടെ ചെന്നപ്പോഴോ ക്രിസ്മസിന് സ്റ്റാർ ഇട്ട പോലെ പല കളറിലും ഷേപ്പിലും ഉള്ള കുപ്പികൾ. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അപ്പൂനോടും ഷിൻചാനോടും ചോദിച്ചിട്ടാണ് കുപ്പി എടുത്തത്. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. റൂമിൽ ചെന്നപ്പോഴത്തേന് എൻ്റെ ഫോണും ചത്തു. അവിടെ ഞങ്ങൾ ഫ്രഷ് ആയി പാക്ക് ചെയ്ത് പപ്പയുടെ ഫ്രണ്ടിന്റെ ഹോട്ടൽ ഇവിടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അത്യാവശ്യം നല്ല ആംബിയൻസ് ആയിരുന്നു അവിടെ. അങ്കിളിനെ നോക്കി അവിടെ ഇരുന്ന ടൈമിൽ അവിടുത്തെ സ്റ്റാഫ് നമ്മളുമായിട്ട് നല്ല കമ്പനിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്കിളും വന്ന് ആദ്യമായിട്ടാണ് അങ്കിളിനെ കാണുന്നത്. പക്ഷെ സംസാരം ആദ്യമായിട്ട് കണ്ട പോലെ അല്ലായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ വരുന്നവര് കൈരളി ഹോട്ടലിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക, അവിടുത്തെ ഫുഡും ട്രൈ ചെയ്യുക. അങ്ങനെ രാത്രി 10 മണിയായപ്പോൾ ബാംഗ്ലൂരിനോട് ബൈ ബൈയും പറഞ്ഞ് ഞങ്ങൾ എറണാകുളത്തോട്ട് യാത്രയായി.